ബഹുമാനപ്പെട്ട മീഡിയ അക്കാദമിയുടെ പ്രസിഡന്റ് എബി ജെ ജോസ്, മീഡിയ അക്കാദമിയുടെ മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പത്രപ്രവർത്തന രംഗത്ത് കേരളത്തിലാകെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയ്ക്ക് ഇന്നലെ മർദ്ദനമേറ്റ ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് ഇന്നലെയായിട്ടല്ല, ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോ മർദ്ദനം അദ്ദേഹത്തെ പല പ്രാവശ്യവും രാത്രി വീട്ടിൽ നിന്ന് ഷർട്ട് പോലും ഇടാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ജാമ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നിരന്തരമായിട്ട് ഒരു പത്രപ്രവർത്തകനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കക്ഷികളെയും നമുക്കറിയാം, അവരുടെ ശാക്തിക മേഖലകളിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഇല്ലാതാക്കാൻ, കായികമായിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ CPM-ൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും BJP-യുടെ ഭാഗത്തു നിന്നായാലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ വെട്ടിക്കൊല്ലുന്ന രീതിയിലോട്ട് കടന്നു വന്നു. അതിനുശേഷം ആ അക്രമകാരികളെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയപ്പം അവർക്ക് വീരവാളി പട്ടുവിധാനത്തോടു കൂടിയുള്ള സ്വീകരണമാണ്, കുങ്കുമം ചാർത്തിയാണ് അവരെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പം കർണാടകത്തിൽ ഇതാണ്. നമ്മുടെ കേരളത്തിൽ പോലും സിറാജിൻ്റെ PM ബഷീറിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുകയുണ്ടായി. അതിനെതിരെ ആരും പ്രതികരിക്കാനോ ഒന്നും പോയില്ല, പുറകെ പോകാൻ ആരും ഇല്ലാതിരുന്നു. അതുപോലെ UM പ്രദീപ് കുമാറിനെ ഒരു ടിപ്പർ ലോറി തലയൂടെ കയറ്റി തിരുവനന്തപുരത്ത് ടിപ്പർ ലോറി തലയൂടെ കയറി ഇറങ്ങിപ്പോയിട്ടും ആ ലോറി 3 ദിവസം കഴിഞ്ഞാണ് പിടിക്കാൻ കഴിഞ്ഞത്. അതുപോലെയുള്ള ഈ ബഷീർ എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ, അത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IPS-കാരനാണ് എൻ്റെ കാർ ഓടിച്ചിരുന്നത്. ആ കാറാണ് ഇടിച്ചത്. അയാളുടെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. 24 മണിക്കൂറിന് ശേഷം അയാളെ ആശുപത്രി കൊണ്ടുപോയിട്ടിട്ട് അയാളുടെ രക്തം മുഴുവൻ ഡയാലിസിസിൽ കൂടെ പുതിയ രക്തം കയറ്റിയതിന് ശേഷമാണ് അവർ അത് പരിശോധിക്കാൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല, മദ്യപിച്ച അളവ് നോക്കിക്കഴിഞ്ഞ് മദ്യപിച്ചിട്ടില്ല എന്ന് 24 മണിക്കൂർ കഴിഞ്ഞ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം കുറേ ആൾക്കാർ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഷാജൻ സ്കറിയ എന്ന തെരുവ് പട്ടിയെ ഞങ്ങളുടെ ആൾക്കാർ അടിച്ചു കൊന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആ രീതിയിലുള്ള പോസ്റ്റുകളുമായിട്ട് കടന്നു വന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാർ രാജീവ് ഗാന്ധി ഡൽഹിയിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഡൽഹി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ CPM-നെ പിന്തുണയ്ക്കുന്ന സഫ്തർ ഹാഷ്മി എന്ന തെരുവ് നാടകക്കാരനെ അടിച്ചു കൊല്ലുന്നൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി. അദ്ദേഹം തെരുവ് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. തെരുവ് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുറേ ആൾക്കാർ വന്ന് വളഞ്ഞിട്ട് ദണ്ഡയ്ക്ക് അടിച്ച് അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തിൻ്റെ അത് CPM ഒക്കെ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും കേരളത്തിലെമ്പാടും അദ്ദേഹത്തിൻ്റെ വിധവ മാലി ശ്രീലക്ഷ്മിയെ കൊണ്ടുവന്ന് തെരുവ് നാടകം അവതരിപ്പിക്കുകയും കവിത പാടിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് ഇത് ഷാജൻ സ്കറിയയ്ക്ക് ഈ മർദ്ദനമേറ്റ് നാളെ നമ്മളിൽ ഓരോരുത്തർക്കും ഈ മർദ്ദനമേക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ഓരോ ചടുലമായി പ്രവർത്തിക്കുന്ന ഓരോ പത്രപ്രവർത്തകൻ്റെ മുകളിൽ ഡെമോക്രസിൻ്റെ വാളായി ഈ മർദ്ദനങ്ങളും ഈ വ്യവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പാലാ മീഡിയ അക്കാദമി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഗാന്ധി സ്ക്വയറിൽ ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം പാലാ മീഡിയ അക്കാദമിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ പറയുന്നില്ല, രണ്ടു വാക്ക് പറഞ്ഞു പറയുന്നില്ലേ? റെഡിയല്ല, പറഞ്ഞ ഞാൻ ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു മാനം നൽകിയ ആളാണ് ഷാജൻ സ്കറിയ. ഈ ഷാജൻ സ്കറിയയെ വധിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന, അതായത് ഒരു കല്യാണ സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തെ അന്നേരം തന്നെ നോട്ടമിട്ട് അദ്ദേഹത്തിൻ്റെ പുറകെ സഞ്ചരിച്ച് അദ്ദേഹത്തെ വണ്ടി ഇടിപ്പിച്ച് നിർത്തി വധിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം തൊടുപുഴയിലുണ്ടായി. ഒരു മാധ്യമപ്രവർത്തകന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടും നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഇത് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, പാലായിലെ
ഓൺലൈൻ മാധ്യമത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നിപ്പോൾ ഈ സമര രംഗത്ത് വന്നിരിക്കുന്നത്. ഷാജൻ സ്കറിയയെ ആക്രമിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കുക, അതുപോലെ തന്നെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുക, ഞങ്ങളെപ്പോലുള്ളവർക്ക് സംരക്ഷണം തരാൻ സർക്കാർ തയ്യാറാകുക എന്നുള്ള ആവശ്യങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇത്തരത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ജീവിക്കാൻ മേലാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. ഇത്തരത്തിൽ നല്ല ശക്തമായ പ്രതിഷേധം, അതായത് ഒരു പ്രതിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ ഓൺലൈൻ മീഡിയകളിൽ കൂടി പ്രതികരിച്ചതിനാണ് ഈ ഷാജൻ സ്കറിയയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓൺലൈൻ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഷാജൻ സ്കറിയ ആക്രമിച്ച ആളുകളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.